2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏറ്റവും നിർണായകമാവുകയാണ് മൂന്ന് മുന്നണികൾക്കും. UDF-നും LDF-നും NDA-ക്കും ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ഇഞ്ചോടിച്ചു പോരാട്ടമാണ് കേരളത്തിൽ മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത്. 23-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് കേരളത്തിൽ വ്യാപകമായി സംഘർഷം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഏറെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സ്ത്രീകൾ ഉച്ചയ്ക്ക് മുമ്പായി സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതുണ്ട് എന്നാണ് പാർട്ടികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൊട്ടിക്കലാശം പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയങ്ങളിൽ കേരളം പതിവിൽ നിന്ന് വിരുദ്ധമായി കേരളത്തിന്റെ പ്രചരണ അന്തരീക്ഷം കലാശിച്ചത് സംഘർഷത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അതൊരു സൂചനയാണ്. അതിനും വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അക്രമ സാധ്യതകളെ കുറിച്ചുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയോ ചെയ്യും. ഇത് ലക്ഷ്യമിടുന്നത് സ്ത്രീ വോട്ടർമാരെയാണ്. കേരളത്തിൽ പരമാവധി സ്ത്രീ വോട്ടർമാരുടെ സമ്മതിദാനാവകാശം ഇക്കുറി കുറയ്ക്കുക എന്നുള്ളതാണ് ചില പ്രത്യേക പാർട്ടികൾ, ചില പ്രത്യേക തൽപര കക്ഷികൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രതിപട്ടികയിലാക്കുന്നത്, ആ റിപ്പോർട്ട് കുറ്റം ചാർത്തുന്നത് LDF-നെയാണ്. CPM നേതൃത്വം നൽകുന്ന LDF-നെയാണ്. LDF പ്രവർത്തകർ, CPM പ്രവർത്തകർ സംസ്ഥാനത്ത് ആകമാനം അക്രമം അഴിച്ചുവിടുമെന്നും അക്രമം അഴിച്ചുവിടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അക്രമം നടക്കുന്നു എന്നോ അക്രമം നടക്കും എന്നോ വ്യാപകമായി പ്രചരണം അഴിച്ചുവിടുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിലവർ ലക്ഷ്യമിടുന്നത് സ്ത്രീ ജനങ്ങളുടെ സമ്മതിദാനാവകാശം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുമില്ലാത്തതുപോലെ മറ്റൊരു വിഷയം, അത് ഭക്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. വികസനവും സുരക്ഷിതത്വവും ഒക്കെ 2ാം സ്ഥാനത്തേക്ക് മാറുകയും 1ാം സ്ഥാനത്ത് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രചരണ രംഗത്ത് ആഞ്ഞടിക്കുകയാണ്. ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി എല്ലാ പ്രായത്തിലുമുള്ള വിശ്വാസികളായ യുവതികൾക്ക് അവിടെ അയ്യപ്പ ദർശനം നടത്താം, ശബരിമല ദർശനം നടത്താമെന്നുള്ള വിധി, ആ വിധി അത് ഒരിക്കലും ഒരു ആക്ഷൻ റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള ഒരു വിധിയല്ല. പക്ഷേ ആക്ഷൻ റിപ്പോർട്ട് തേടുന്ന ഒരു വിധിയാണ് എന്ന് വ്യാജമായി സമർത്ഥിച്ചുകൊണ്ട്, തെറ്റായി സമർത്ഥിച്ചുകൊണ്ട് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, അതിനെതിരെ ഉണ്ടായ വ്യാപകമായ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ നിരവധി അയ്യപ്പ ഭക്തർ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസുകൾ ചുമത്തി ജയിലിലടക്കപ്പെട്ടു. BJP-യുടെ പല നേതാക്കളും ജയിലിലടക്കപ്പെട്ടു. ഈ ഒരു സന്ദർഭത്തിൽ ഹൈന്ദവരോട് ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ എന്നും, സമാനഗതിയിൽ നിരവധി സുപ്രീം കോടതി വിധി, പ്രത്യേകിച്ചും പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കിയിട്ടില്ല എന്നും, അപ്പോൾ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ആ ഇരട്ടത്താപ്പിനെതിരായുള്ള വിധിയെഴുത്തായിരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് BJP-യും NDA-യുടെയും ശക്തി കേന്ദ്രങ്ങളിൽ, അവരുടെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ ആവേശത്തോടുകൂടി പ്രചരണ രംഗം കൊഴിപ്പിക്കാനായി ഇറങ്ങിയതെല്ലാം LDF-നെയും CPM-നെയും വിറളി പിടിപ്പിച്ചു എന്നും, അതിന്റെ ഫലമായിട്ടാണ് കൊട്ടിക്കലാശം, പരസ്യപ്രചാരണം അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിൽ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായി അക്രമവും സംഘർഷവും നടന്നത് എന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. ഇത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. അന്ന് അവർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് കൊട്ടിക്കലാശ സമയത്ത്, പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് കൃത്യമായി നടന്നു. ആ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു. 23-ാം തീയതി വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സംഘർഷം കേരളത്തിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ സംഘർഷം നടന്നില്ല എങ്കിൽ സംഘർഷം നടക്കുന്നുവെന്നും സംഘർഷം നടക്കാൻ സാധ്യതയുണ്ട് എന്നും വ്യാപകമായി പ്രചരിപ്പിക്കുക, ശക്തമായി പ്രചരിപ്പിക്കുക. അതുവഴി സ്ത്രീ വോട്ടർമാർക്ക് മനസ്സിൽ ഒരു ഭീതികരമായ അന്തരീക്ഷം ഒരുക്കുക, അങ്ങനെ അവരെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ്, കഴിയുന്നതും വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വിവിധ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞു.